ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ സ്പെഷ്യൽ ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്, ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് വെണ്ടയ്ക്ക പച്ചടി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെണ്ടയ്ക്ക എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. കനം കുറച്ച് വേണം അരിയാൻ. കുറച്ച് മൂത്തുപോയ വെണ്ടയ്ക്ക നമുക്ക് പച്ചടിക്ക് വേണ്ടി എടുക്കാം കേട്ടോ. നമ്മളിത് വറുത്താണ് എടുക്കുന്നത്. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുക. വെണ്ടയ്ക്ക വഴറ്റുമല്ല വേണ്ടത്, അതായത് മെഴുക്കുവരട്ടിക്കൊക്കെ വഴറ്റുന്ന പോലെ വഴറ്റുമല്ല വേണ്ടത്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് കൂടുതൽ എണ്ണ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ. ഈ വീഡിയോ ഞാൻ സർജറിക്കൊക്കെ മുന്നേ എടുത്ത ഒരു വീഡിയോ ആയിട്ടോ. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, കുക്ക് ചെയ്യാറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാനിതങ്ങ് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്ത് എടുക്കണം. അപ്പോൾ ഇത്രയും പകുതി മുക്കാലും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇത്തിരി എണ്ണ ഒഴിക്കാം. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കടുകിടുന്ന കൂട്ടത്തിൽ കറിവേപ്പില ഇടാം, ഞാനത് മറന്നുപോയിട്ടാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞാൽ. നമ്മൾ ഇഞ്ചി ഈ വെണ്ടയ്ക്ക വറുക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്തുവിടാം. ഇഞ്ചി ഒന്ന് വഴലുകയേ ചെയ്യാവൂ, കാരണം ഇഞ്ചി നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായിപ്പോൾ. അപ്പോൾ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടല്ലോ, ഇതേപോലെ വെണ്ടയ്ക്ക ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം. ഇനിയിപ്പം നമുക്ക് ഇത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ചിരവി എടുക്കണം. അതിലേക്ക് ജീരകം ഇടണം, ചെറിയ ജീരകമാണ് കേട്ടോ. അതിലേക്ക് ഒരു വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പോൾ ഒരു പിടി കടുക്, ഒരു പിടിയല്ല, 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഇതിൽ അരഞ്ഞ് ചേർന്നുവിടാം, എന്താ പറയേണ്ടത്, പൊട്ടി എടുക്കുകയാണ് ചെയ്യാറ്. അത് അരകല്ലാണെങ്കിൽ നല്ല സൗകര്യമായിരിക്കും. അരപ്പെടുത്തിട്ട് നമ്മൾ ഇനി ഇതുപോലെ ആ ചീനിച്ചട്ടി തന്നെയുണ്ടല്ലോ, ആ ചീനിച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് ഇതുപോലെ നല്ല പോലെ തിളച്ച് വരണം. അതിലേക്ക് ആദ്യം നമ്മൾ വെണ്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്താണ് ഞാൻ വറുത്തത്. അതുകൊണ്ട് അരപ്പിൽ ഞാൻ പിന്നാണ് ഉപ്പ് ചേർക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരണം, ഇതേപോലെ തിളച്ച് വരണം. ഈ തിളച്ച് വന്ന അരപ്പ് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അരപ്പും തൈരും കൂടെയുള്ള ആ മിക്സ്ചർ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാൻ ഞാൻ ഒരു വറ്റൽമുളക് കൂടി ഇട്ട് നമ്മൾ വറക്കണം. കടുക് വറുത്തപ്പോഴും കറിവേപ്പില ഇട്ട് വറുത്തപ്പോഴും ഞാൻ വറ്റൽമുളക് ഇടാൻ മറന്നു കേട്ടോ. വറ്റൽമുളക് മസ്റ്റാണ്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി പച്ചടി റെഡി.